ചിങ്ങമാസത്തിന്റെ സമൃദ്ധിയും കാത്തിരുന്ന പത്തനംതിട്ടയിലെ കർഷകർക്ക് വരാൻ പോകുന്നത് കണ്ണീരോണമാണ്. വന്യമൃഗശല്യത്തിൽ നിന്ന് കഷ്ടപ്പെട്ട് സംരക്ഷിച്ചു പോന്ന കൃഷിയിടങ്ങളിലാണ് ഇത്തവണ പ്രകൃതി ദുരന്തത്തിന്റെ രൂപത്തിൽ പ്രഹരമേറ്റത്. പെട്ടെന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഏക്കർ കണക്കിന് സ്ഥലത്തെ കൃഷിയാണ് പൂർണ്ണമായും നശിച്ചുപോയത്. പാട്ടത്തിനടുത്ത് കൃഷി ഇറക്കിയ പാവം കർഷകർക്ക് മുന്നിൽ ഇപ്പോൾ അടച്ചു തീർക്കേണ്ട കടങ്ങളും തകർന്നുപോയ പ്രതീക്ഷകളും മാത്രമാണുള്ളത്. ഓണത്തിന്റെ സമൃദ്ധിയിൽ സന്തോഷിക്കേണ്ട കർഷകരുടെ നെഞ്ചകം തകർത്തിരിക്കുകയാണ് മലയോര മേഖലയിലെ ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും. പാട്ടത്തിനടുത്ത് കഷ്ടപ്പെട്ടിറക്കിയ ഏക്കർ കണക്കിന് സ്ഥലത്തെ ഏത്തവാഴ കൃഷിയാണ് പൂർണ്ണമായും വെള്ളത്തിനടിയിലായത്. വാഴകൾക്ക് പുറമെ കപ്പയും മറ്റു വിളകളും വെള്ളം കയറി ചീഞ്ഞു നശിച്ചു. ഇതിപ്പോൾ ഒരേക്കർ വസ്തുവിലാണ് ഞങ്ങൾ കൃഷി ചെയ്യുന്നത്. ഈ പ്രളയക്കെടുതിയിലാണ് മൊത്തം ഇപ്പം ഞങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചത്. 2 ലക്ഷത്തോളം അടുപ്പിച്ചാണ് ഞങ്ങൾ ആദ്യം ഫെൻസിങ് എല്ലാം ഇട്ട്. ആനശല്യം ഭയങ്കരമായിരുന്നു. ഇപ്പോൾ ഈ വെള്ളം കയറി ഞങ്ങളൊന്ന് മൊത്തവും നശിച്ചു. പിന്നെ മെഷീനും കാര്യങ്ങളും എല്ലാം നശിച്ചു പോയി ഞങ്ങളുടെ. ഇപ്പോൾ രണ്ടാമത് ഞങ്ങൾ വീണ്ടും ശരിയാക്കി 70,000 രൂപയോളം ഞങ്ങൾക്ക് ഇപ്പം കയ്യിൽ നിന്ന് തന്നെ ചിലവായേക്കുക. അതുപോലെ വാഴകളെല്ലാം ഇപ്പം നല്ല പഴുത്ത് തുടങ്ങി, അതെല്ലാം ഒടിഞ്ഞൊടിഞ്ഞ് പൊക്കോണ്ടിരിക്കുക. കപ്പ ഇടവള കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു, അതും കണ്ട് പിഴുത് എല്ലാം ഞങ്ങൾക്ക് വലിയ നാശനഷ്ടമാണ് ഇപ്പോൾ സംഭവിച്ചത്. ജില്ലയിൽ വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശങ്ങളിൽ ഒന്നാണ് കോന്നിയിലെ കല്ലേലി. കാട്ടാനയും കാട്ടുപന്നിയും വന്ന് കൃഷി നശിപ്പിക്കുന്നത് ഇവിടെ പതിവാണ്. എന്നാൽ ആ തടസ്സങ്ങളെയെല്ലാം അതിജീവിച്ച് വിളവെടുപ്പിന് ഭാഗമാക്കിയ കൃഷിയാണ് പ്രകൃതിക്ഷോഭത്തിൽ നശിച്ചത്. വന്യമൃഗങ്ങളിൽ നിന്ന് വിളകളെ സംരക്ഷിക്കാൻ ലക്ഷങ്ങൾ മുടക്കി സ്ഥാപിച്ച ഇലക്ട്രിക് ഫെൻസിങ്ങിൻ്റെ ബാറ്ററികളടക്കം വെള്ളപ്പൊക്കത്തിൽ നശിച്ചു. 100 കണക്കിന് ഏത്തവാഴകളാണ് വെള്ളപ്പൊക്കത്തിലും കാറ്റിലും ഒടിഞ്ഞു വീണത്. അപ്പുറത്ത് ഞങ്ങൾ ചെയ്തതും അതും വന്യമൃഗത്തിൻ്റെ ശല്യം കാരണം മൊത്തം ഫെൻസിങ്ങും വാഴ ഒരു 500 വാഴയോളം വെച്ച് ഞങ്ങൾ അതിൽ 450 വാഴയോളം ഞങ്ങളുടെ നഷ്ടപ്പെട്ടു പോയി. ഫെൻസിങ് അതുപോലെ തന്നെ അതും ഞങ്ങൾ ആദ്യം ആണെങ്കിൽ ആന കയറി നശിച്ചു. അത് പിന്നെ ഞങ്ങൾ ഫോറസ്റ്റിലൊന്നും അറിയിച്ചിട്ടില്ലായിരുന്നു. രണ്ടാമതിപ്പോൾ ഞങ്ങൾ അപേക്ഷ വെച്ചേക്കുവാണ്. കാരണം ഫെൻസിങ് മൊത്തം നശിപ്പിച്ചേക്കും ആന കയറി. അതും ഇപ്പോൾ ആദ്യം നമ്മൾ ആണെങ്കിൽ ശരിയാക്കിയപ്പോൾ തന്നെ അതും 40,000-40,000 ഞങ്ങൾക്ക് അതിലും നഷ്ടങ്ങൾ വന്നു. ആദ്യം അതിലും മെഷീനുകളെല്ലാം കയറി ചവിട്ടി പൊട്ടിച്ചായിരുന്നു ആന. അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് ഞങ്ങൾ ശരിയാക്കി. ഇപ്പോൾ വീണ്ടും ഈ കഴിഞ്ഞ ദിവസം 7-ാം തീയതി ഇതുപോലെ ആന കയറിയത് ബാക്കി മൊത്തം നശിപ്പിക്കുകയും ഫെൻസിങ്ങും എല്ലാം നശിപ്പിച്ച്. ഇപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒത്തിരി അടുത്തൊന്നും കടങ്ങൾ വാങ്ങിച്ചിട്ടാണ് ഞങ്ങളിത് ചെയ്തത്. കാരണം ഇപ്പം ഓണം സീസണാണ്, ആ സമയത്തെങ്കിലും ഞങ്ങൾക്ക് 10 രൂപ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ചെയ്തത്. അപ്പോഴത്തേക്കെല്ലാം ആനയെ കയറി നശിക്കുകയും ഈ പ്രളയം കാരണം അതും ഞങ്ങൾക്ക് വലിയ ദുരിതമായിട്ടിരിക്കുക. കാരണം അതുപോലെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഇതിലൊത്തിരി ആൾക്കാരെ നിർത്തിയും പിന്നെ നമ്മളും കൂടെ നിന്ന് സഹായം ചെയ്താണ് ഇത്രയും ഇതിലാക്കിയിരുന്നത്. ബാങ്ക് വായ്പയെടുത്തും സ്വകാര്യ വ്യക്തികളിൽ നിന്ന് കടം വാങ്ങിയിട്ടുമാണ് പലരും കൃഷി ഇറക്കിയത്. സർവ്വതും നഷ്ടപ്പെട്ട ഈ പാവം കർഷകർക്ക് ഇത്തവണ ഓണമില്ല. പകരം കടക്കിണി മാത്രമാണ് ബാക്കി. തങ്ങളെ കൈവിടാതെ സർക്കാർ അടിയന്തര സാമ്പത്തിക സഹായവും നഷ്ടപരിഹാരവും എത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ കർഷക കുടുംബങ്ങൾ. അമൃത ന്യൂസ്, പത്തനംതിട്ട.